പുതിയ അധ്യയന വർഷം തുടങ്ങാൻ ആഴ്ചകൾ മാത്രം അവശേഷിക്കുമ്പോൾ ആശങ്കയിലാണ് ഇടുക്കി പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികൾ. ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാതെ ദുരിതത്തിലായ ഇവർ കുട്ടികളെ എങ്ങനെ സ്കൂളുകളിൽ അയക്കുമെന്ന പ്രതിസന്ധിയിലാണ്. പീരുമേട്ടിലെ നിരവധി തേയിലത്തോട്ടങ്ങളാണ് പൂട്ടിക്കിടക്കുന്നത്. പീരുമേട് ടീ കമ്പനിയുടെ ഫാക്ടറികൾ പൊളിച്ചുമാറ്റിക്കഴിഞ്ഞു. പോപ്സ് ഉൾപ്പെടെയുള്ള പല തോട്ടങ്ങളും അടച്ചുപൂട്ടലിന്റെ വക്കത്താണ്. തൊഴിലാളികൾക്ക് ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ മാസങ്ങളായി ലഭിക്കുന്നില്ല. പുറത്ത് കൂലിപ്പണിയെടുത്തും മറ്റുമാണ് പല തൊഴിലാളികളും പട്ടിണിയെ അതിജീവിക്കുന്നത്. പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ എങ്ങനെ കുട്ടികളെ സ്കൂളിൽ അയക്കുമെന്ന ആശങ്കയിലാണിവർ. ഞങ്ങൾക്ക് ഇപ്പോൾ 5 മാസമായി ശമ്പളം തന്നിട്ട്, ഞങ്ങളല്ല ഇപ്പോൾ 1 മാസമായിട്ട് ഞങ്ങൾ പുറത്താ പണിക്ക് പോകുന്നത്. ഞങ്ങൾക്ക് 3 പിള്ളേരുണ്ട്. പിള്ളേരെ പഠിപ്പിക്കണം, എടുക്കണം. ഇപ്പോൾ അടുത്ത മാസം സ്കൂൾ തുറക്കും. ഒരു മൂത്ത ആൾ +2 പഠിക്കുന്ന, ഇളയ ആൾ +1 കൊണ്ട് ചേർക്കണം. അപ്പോൾ ഞങ്ങൾ ഈ എസ്റ്റേറ്റ് ശമ്പളമില്ല, ഒന്നുമില്ല, ഞങ്ങൾക്ക് വേല ചെയ്ത് കൂലിയില്ലാതെ ഞങ്ങൾ എന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും പൊതുവെ എസ്റ്റേറ്റ് ഒരു മനുഷ്യരും ഇല്ല, എല്ലാം പുറത്താണ് പണിക്ക് പോകുന്നത്. അടച്ച തോട്ടങ്ങൾ തുറക്കാൻ സർക്കാർ തലത്തിൽ നടത്തിയ ഇടപെടലുകൾ വിജയം കണ്ടില്ല. പല ഉടമകളും അനധികൃതമായി തോട്ടങ്ങൾ മുറിച്ചു വിൽക്കുകയും ചെയ്യുന്നു. ഒരു കാലത്ത് സമ്പന്നമായിരുന്ന പീരുമേട് തോട്ടം മേഖല ഇന്ന് വറുതിയുടെ പിടിയിലാണ്. കൈപിടിച്ചുയർത്താൻ ആരുമില്ലെന്ന തിരിച്ചറിവിൽ കൂടുതൽ നിസ്സഹായരാവുകയാണ് തൊഴിലാളികൾ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.